നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. അല്പസമയം മുൻപ് ഒരു വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. പാലക്കാട് വടക്കഞ്ചേരിയിൽ തേനീച്ച കുത്തേറ്റ് 10-ലേറെ പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. വടക്കഞ്ചേരി മുടിപ്പല്ലൂരിലും മംഗലം ഡാമിലുമാണ് നിരവധി പേർക്ക് കുത്തേറ്റത്. പരിക്കേറ്റവരെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു. ഷാരിഖ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ഒരാളുടെ നില ഗുരുതരമെന്ന് പറയുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ്? പ്രജിൻ, ഇത് ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തേനീച്ചയുടെ കുത്തേറ്റ് പാലക്കാട് വടക്കഞ്ചേരി മുടപ്പല്ലൂരിലും അതിന് പിന്നാലെ മംഗലം ഡാമിലുള്ള നിരവധി പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. ഇതിൽ മുടപ്പല്ലൂർ സ്വദേശിയായ കുറുപ്പത്തര കളരിക്കൽ സതീഷിനാണ് സാരമായ, അതായത് ഗുരുതരമായ പരിക്കേറ്റത്. ഇദ്ദേഹം ഇപ്പോൾ അതായത് ആലത്തൂരിലെ ഇരട്ടക്കുളം സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ സുകന്യയ്ക്കും കുത്തേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രദേശത്തെ ഒരു 7 പേർക്കും ആകെ കുത്തേറ്റു. അതുപോലെ തന്നെ മംഗലം ഡാമിലെ 5 പേർക്കും ഈ തേനീച്ചയുടെ കുത്തേറ്റു. ഇവരുടെ പരിക്ക് സാരമല്ല. എന്നാൽ ഈ മുടപ്പല്ലൂർ സ്വദേശിയായ കുറുപ്പത്തറ കളരിക്കൽ വീട്ടിൽ സതീഷിനാണ് ഗുരുതരമായ പരിക്കേറ്റത്. ഇദ്ദേഹം ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. സതീഷിന്റെ കൂട്ടത്തോടെ വന്ന തേനീച്ച പ്രദേശത്തുള്ളവരെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് പലരും വീടിന്റെ വാതിലടച്ച് വീടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടതിനാലാണ് പലർക്കും കുത്തേൽക്കാതെ ഇരുന്നത്. വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തേനീച്ച കൂട് ഉൾപ്പെടെയുള്ള തേനീച്ചയുടെ സാന്നിധ്യം വനം വകുപ്പ് നശിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതിനകം. അതേപോലെ തന്നെ മംഗലം ഡാം ഒടുകൂർ ശിവൻ കോവിലിന് സമീപമാണ് ഇതുപോലെ തന്നെ ഉച്ചയോടെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 8 പേർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് അഭിമാനിക്കാനേറെ. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, സാഹിത്യകാരൻ P നാരായണൻ എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. നടൻ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ. രാജ്യം പിതാവിന് നൽകിയ അംഗീകാരം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. ഇന്നിപ്പോ രാജ്യത്തിന്റെ ഒരു അംഗീകാരം പ്രഖ്യാപിക്കുമ്പോൾ കുടുംബത്തിന് വലിയ സന്തോഷമുണ്ട്. പുരസ്കാരം ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിക്കുന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഈ അവാർഡിൻ്റെ അവകാശികൾ ഞാനല്ല, ഇവിടുത്തെ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ ജനങ്ങളാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പക്ഷേ ഈ അവാർഡ് ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശാസ്ത്രജ്ഞരായ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനൻ, പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് കൊല്ലക്കൽ ദേവകിയമ്മയും ജസ്റ്റിസ് KT തോമസും P നാരായണനും. എനിക്ക് ഒരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എനിക്ക് പല അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതും കിട്ടിയത് ഏറ്റവും കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ, ഇത് സന്തോഷം. നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ എന്നിവർക്ക് പത്മശ്രീ. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. ഇന്ത്യയിലെ ആദ്യ ആസിഡ് ആക്രമണ അതിജീവിതയായ ഡോക്ടർ മംഗള കപൂറിനും നടൻ R മാധവനും പത്മശ്രീ ലഭിച്ചു. തിരഞ്ഞെടുപ്പെടുത്ത തമിഴ്നാടിന് മാത്രം ലഭിച്ചത് 13 പത്മ പുരസ്കാരങ്ങളാണ്. ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 24 ഡൽഹി. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ച സന്തോഷത്തിൽ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴെങ്കിലും പങ്കുചേരാൻ കഴിഞ്ഞല്ലോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ശുപാർശ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെങ്കിലും നൽകിയത് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു.
കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ. എല്ലാറ്റിനും അതിൻ്റേതായ കാലമുണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ അത് നൽകി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് സമ്മാനിച്ചു. പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് മികച്ച നടൻ മമ്മൂട്ടി. പ്രൗഢവും താരനിബിഡവുമായ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ മലയാള സിനിമയുടെ സമ്പന്ന ചരിത്രത്തെ തന്നെയാണ് ആദരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്ത ഈ അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ സമ്പന്നമായ ചരിത്രത്തെ ആദരിക്കലാണ്. ഇങ്ങനെ മുന്നിൽ നിൽക്കാൻ കാരണക്കാർ പ്രേക്ഷകരെന്ന് ശാരദ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാല് അതിന് കാരണം നിങ്ങളാണ്. ഭ്രമയുഗത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനായി മാറിയ മമ്മൂട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിച്ചു. അതിനിടെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് ഇരട്ടി മധുരമായി. മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. മികച്ച നടി ഷംല ഹംസ, പ്രത്യേക ജൂറി പരാമർശം നേടിയ ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, മികച്ച സ്വഭാവ നടന്മാരായ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, സ്വഭാവ നടി ലിജോ മോൾ ജോസ് എന്നിവരും മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു. മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി 10ഓളം പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സ് നേടി. വേദിയെ ഇളക്കിമറിച്ചു വേടനും സുഷിൻ ശ്യാമും KS ഹരിശങ്കറും സെബാറ്റോമിയും പ്രേമലു ടീമും. ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ അപ്പൻ മാത്രമായിരിക്കും ഈ ഭൂമിയിൽ. ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത്. ആദ്യമായിട്ട് ലൈഫിൽ. കണ്ടില്ലേ, സുന്ദരനായിട്ടില്ലേ? കുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാകാത്തതിൽ ചലച്ചിത്ര പ്രവർത്തകർ ആത്മപരിശോധന നടത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളുടെ സിനിമകൾക്കായി സമയം മാറ്റിവെക്കണമെന്ന് ജൂറി ചെയർമാൻ പ്രകാശ് രാജും പറഞ്ഞു. 24 തിരുവനന്തപുരം. അതിവേഗ റെയിൽ പദ്ധതിയിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചില്ലെന്ന് സംസ്ഥാന സർക്കാർ. മാധ്യമങ്ങളിലൂടെയാണ് പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞതെന്ന് സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹിമാൻ പ്രതികരിച്ചു. E ശ്രീധരൻ കോടതിയിൽ പോയി പാലം മുടക്കിയെന്ന വിമർശനവും മന്ത്രി ഉയർത്തി. അതേസമയം പദ്ധതിയെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതെന്നായിരുന്നു E ശ്രീധരന്റെ പ്രതികരണം. എന്നാൽ പദ്ധതി സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞതെന്ന് സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹിമാൻ. റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളതിൽ എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു, കണ്ടിട്ടില്ല. ഇപ്പോൾ ഡൽഹി മെട്രോയാണ് ആ വർക്ക് ഏൽപ്പിച്ച് DPR ഉണ്ടാക്കാനെന്നുള്ളതാണ് നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം വരുന്നതിനെ എതിർത്ത ആളാണ് E ശ്രീധരനെന്നും മന്ത്രിയുടെ വിമർശനം. ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ തവന്നൂരിൽ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ എല്ലാ സംവിധാനങ്ങളും നടന്നത്, അതിനെതിരെ കോടതിയിൽ പോയ ആൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒന്ന് വിട്ടുനിന്ന് നാട്ടിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അതിവേഗ റെയിൽ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ലെന്നാണ് മന്ത്രി K രാജന്റെ പ്രതികരണം. അതിവേഗ റെയിൽ പദ്ധതിയെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. നമുക്ക് സ്പീഡ് റെയിൽ വേണം, സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം. അതിനൊന്നും നമ്മളെതിരല്ല.
സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. സംസ്ഥാനത്തെ 3 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ റെയിൽപാതയാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ. 24 തിരുവനന്തപുരം. തൃശൂർ ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് കോൺക്രീറ്റ് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടം. സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാവാൻ കാരണമായി. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പണികൾ പുരോഗമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലാണ് കോൺക്രീറ്റ് സ്ലാബ് റോഡിലേക്ക് പതിച്ചത്. അവധി ദിവസമായതിനാൽ റോഡിൽ തിരക്ക് കുറവായത് അപകടം ഒഴിവാക്കി. പിന്നീട് ക്രെയിൻ എത്തിച്ച് കോൺക്രീറ്റ് സ്ലാബ് നീക്കം ചെയ്താണ് ഗതാഗതം സുഗമമായ രീതിയിൽ പുനഃസ്ഥാപിച്ചത്. രണ്ടാഴ്ച മുൻപ് കണ്ടെയ്നർ ലോറി JCBയിൽ തട്ടി സ്ലാബ് തകർന്നു വീണ അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും അപകടമുണ്ടായത്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പണികൾ പുരോഗമിക്കുന്നത് എന്നാണ് ആരോപണം. 24 തൃശൂർ. 24 ഇംപാക്ട്. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ നിഷേധ ആരോപണത്തിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് മന്ത്രി റിപ്പോർട്ട് തേടി. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ ബിസ്മീറിന് ചികിത്സ നൽകിയില്ലെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ഇന്ന് പുറത്തുവിട്ടു. നിലവിളിച്ച് കരഞ്ഞിട്ടും ആരും സഹായിക്കാൻ തയ്യാറായില്ലെന്ന് ഭാര്യ ജാസ്മിൻ 24നോട് പറഞ്ഞു. ശ്വാസതടസ്സത്തെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ബിസ്മിറിന് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന കുടുംബത്തിന്റെ പരാതി ശരിവെക്കുന്നവയാണ് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ആശുപത്രിയുടെ ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിയതുമൂലം മിനിറ്റുകളോളം മരണവെപ്രാളത്തിൽ ബിസ്മിർ പുറത്തുനിന്നു. ഗുരുതരാവസ്ഥയിലായ രോഗിയുടെ വിലപ്പെട്ട സമയം ആദ്യ മിനിറ്റുകളിൽ പാഴായെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിലവിളിച്ച് കരഞ്ഞിട്ടും ആശുപത്രി അധികൃതർ കേട്ടില്ലെന്നും സഹായിച്ചില്ലെന്നും ബിസ്മിറിന്റെ ഭാര്യ ജാസ്മിൻ 24നോട് പ്രതികരിച്ചു. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിൽ ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല. ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ആശുപത്രി അധികൃതർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നെന്ന് ബിസ്മിറിന്റെ സഹോദരൻ. 5 മിനിറ്റോളം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്ത് ഗേറ്റ് ഓപ്പൺ ആയിരുന്ന കൂടിയും അകത്ത് കൊണ്ടുപോയെങ്കിൽ ജീവൻ രക്ഷിക്കായിരുന്നു. ഗേറ്റ് തുറക്കാണ്ട് 5 മിനിറ്റ് താമസിച്ചു. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ 1 മിനിറ്റ് വേണ്ട, 30 സെക്കൻഡ് കൊണ്ട് CPR എടുത്ത് രക്ഷിക്കായിരുന്നു. ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ ഇടപെട്ടു. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തി അന്വേഷണം ആരംഭിച്ചു. ജനുവരി 19 പുലർച്ചെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മിറിനെ വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഉണ്ണികൃഷ്ണൻ റിമാൻഡിൽ. സജിതയും ഗീമയും ആത്മഹത്യ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പരസ്യമായി അപമാനിച്ചതുകൊണ്ടാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഗാർഹിക പീഡനം, ഭാര്യയോടുള്ള ക്രൂരത തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. പൂന്തുറ കമലേശ്വരം സ്വദേശികളായ സജിത, മകൾ ഗ്രീമ എന്നിവർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പ്രതി ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ളത്. ഇരുവരുടെയും ആത്മഹത്യക്ക് കാരണം ഉണ്ണികൃഷ്ണൻ പരസ്യമായി അപമാനിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. നിരന്തരമായ അപമാനം അമ്മയ്ക്കും മകൾക്കും മാനസിക വിഷമം ഉണ്ടാക്കി. ഭാര്യ നിരന്തരം കാണാൻ ശ്രമിച്ചപ്പോൾ ഭർത്താവ് അനുവദിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. 200 പവൻ സ്ത്രീധനം നൽകിയത് കുറഞ്ഞുപോയെന്നും വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അപമാനിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നുണ്ട്. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മുംബൈയിൽ നിന്ന് പിടിയിലായ പ്രതിയെ ഇന്നലെയാണ് നാട്ടിലെത്തിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി. റിമാൻഡിലായ പ്രതിയെ തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നീക്കം. തിരുവല്ലയിലെ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തെക്കുറിച്ചും ഭൂമി ഇടപാടുകളെക്കുറിച്ചുമാണ് അന്വേഷിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു പിന്നാലെ തന്നെ തന്ത്രിയുടെ സാമ്പത്തിക വിവരങ്ങളിൽ SIT ദുരൂഹത സംശയിച്ചിരുന്നു. സംസ്ഥാനത്തിന് പുറത്തടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങൾക്കും തന്ത്രിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച പണം നഷ്ടമായിട്ടും തന്ത്രി നിയമവഴികൾ തേടാതിരുന്നതിലും SITക്ക് സംശയങ്ങളുണ്ട്.
കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും ബന്ധിപ്പിക്കാവുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും SIT പരിശോധിക്കുന്നുണ്ട്. ഫെബ്രുവരി 15 മുന്നേ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT ആലോചിക്കുന്നത്. സ്വർണ്ണപ്പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയിലെ വിദഗ്ധരിൽ നിന്നും മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉന്നതരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. 24 തിരുവനന്തപുരം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ MP LDFുമായി അടുക്കുന്നതായ അഭ്യൂഹം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായിയുമായി ദുബായിൽ ചർച്ച നടന്നു എന്നാണ് പ്രചാരണം. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ തരൂരിനെ സ്വീകരിക്കുമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം പ്രചാരണത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. അതേസമയം പ്രചാരണങ്ങളോട് പ്രതികരിക്കാൻ ഇല്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ പുതിയ രാഷ്ട്രീയ സാധ്യത തേടുന്നതിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുമായി ചർച്ച നടത്തുന്നത്. നേതാക്കളുമായി നേരിട്ട് ചർച്ച നടന്നതായി ഇതുവരെ സൂചനയില്ല. എന്നാൽ എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനായി ദുബൈയിലുള്ള തരൂർ അവിടെ വെച്ച് മുഖ്യമന്ത്രിയുടെ അടുപ്പമുള്ള വ്യവസായിയുമായി ചർച്ച നടത്തിയെന്നാണ് പ്രചരണം. തരൂർ ഇടതുമുന്നണിയിലേക്കുന്ന പ്രചരണത്തിന് ശക്തി പകരുന്ന പ്രതികരണമാണ് മുന്നണി നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ശശി തരൂർ LDFുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന നിലയാണ്. അയാൾ പാർലമെന്റ് മെമ്പറാണ്, ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മടിയില്ല. അതേസമയം പ്രചരണങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് ശശി തരൂരിന്റെ നിലപാട്. വിവാദങ്ങൾ വാർത്തകളിലൂടെയാണെന്നും മറ്റൊരു രാജ്യത്ത് വെച്ച് രാഷ്ട്രീയം സംസാരിക്കുന്നത് ശരിയല്ലെന്നുമാണ് മറുപടി. അറിയാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഈ മാസം 19-ന് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ നേരിട്ട അവഗണനയാണ് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ബന്ധം വീണ്ടും വഷളാക്കിയത്. പ്രതിഷേധ സൂചകമായി ചൊവ്വാഴ്ച നടക്കുന്ന കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനും തരൂർ തീരുമാനിച്ചിരുന്നു. അനുനയത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി തന്നെ തരൂരുമായി സംസാരിക്കാനിരിക്കുമ്പോഴാണ് ഇടതുമുന്നണിയുമായി അടുക്കുന്നുവെന്ന പ്രചരണവും വരുന്നത്. 24 തിരുവനന്തപുരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെയും അടിമയാകില്ലെന്ന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. AIADMK BJPയുടെ അടിമയും DMK BJPയുടെ രഹസ്യ അടിമയെന്നും വിജയ് കുറ്റപ്പെടുത്തി. TVKയുടെ പ്രചാരണത്തിന് മഹാബലിപുരത്ത് തുടക്കമായി. ನಮ್ಮ ಚಿನ್ನಂ കപ്പ് മുഖ്യമന്ത്രിയിലെ BJP ആശയ എതിരാളി. കരൂർ സംഭവത്തിനു ശേഷം എല്ലാ യോഗങ്ങളിലും വിജയ് പറഞ്ഞിരുന്ന ഒരേയൊരു കാര്യം ഇതായിരുന്നു. എന്നാൽ ഇന്ന് ഗിയർ മാറ്റി. എല്ലാവരും BJPയുടെ അടിമകളാണ്. എന്നാൽ TVKയെ അതിന് കിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും TVKയെ അടിമയാക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള ചങ്കൂറ്റം തമിഴക വെട്രിക്കഴകത്തിനുണ്ട്. തമിഴ്നാട്ടിൽ இதுக்கு முன்னாடி ஆண்டவங்களும் சரி பாஜகவுக்கு அடிமையாக தான் இருந்திருக்கிறாங்க. ஸோ அவங்கள நம்பியும் ஒரு பிரயோஜனமும் இல்லை. இப்போ ஆண்டுகிட்டு இருக்கிற இந்த திமுக அரசாச்சும் நமக்கு ஏதாவது செய்வாங்கன்னு பார்த்தா ഇവങ്ങളും അവങ്ങളെ മര്യാദ. അഴിമതിക്കാരിൽ നിന്നും ക്ഷുദ്രശക്തികളിൽ നിന്നും തമിഴ്നാടിനെ മോചിപ്പിക്കുകയാണ് TVKയുടെ ലക്ഷ്യം. അതിനായാണ് പ്രവർത്തിക്കേണ്ടത്. എല്ലാം ഒരു ദിവസം കൊണ്ട് മാറില്ല, എന്നാൽ മാറ്റിയെടുക്കാൻ പറ്റും. ഓരോ TVK പ്രവർത്തകനെയും ജനങ്ങൾ വിശ്വസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം. തനിക്കോ TVKയ്ക്കോ അഴിമതി നടത്തേണ്ട കാര്യമില്ലെന്നും വിജയ്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.